നമസ്കാരം. പ്രധാന വാർത്തകൾ. അലനല്ലൂർ പാലക്കാഴിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാലക്കാഴി സ്വദേശി ഹുസൈനാണ് മരിച്ചത്. വാടാനാംകുറിശ്ശിയിൽ +1 വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരിച്ചു. ചെർപ്പശ്ശേരി സ്കൂളിൽ പഠിക്കുന്ന ബിനുദാസാണ് മരിച്ചത്. കുലുക്കലൂർ പഞ്ചായത്ത് അംഗം പി രജനിയുടെ മകനാണ്. പുതുവർഷാഘോഷം. അനധികൃത മദ്യവിൽപ്പനയും ലഹരി ഉപയോഗവും തടയാൻ പരിശോധന ശക്തമാക്കി എക്സൈസ്. വാഹന പരിശോധനയും നൈറ്റ് പെട്രോളിംഗും കർശനമാക്കും. ഒറ്റപ്പാലം ചുരങ്ങാട് 600 ലിറ്റർ ഭാഷ എക്സൈസ് പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പാലക്കാട് ജില്ലാ കേരളോത്സവം മണ്ണാർക്കാട് തുടരുന്നു. കാണികൾക്ക് വിരുന്നായി കലാമത്സരങ്ങൾ, തിരുവാതിരക്കളിയും സംഘനൃത്തവും ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഞായറാഴ്ച. കാത്തിരിപ്പിനും വിവാദങ്ങൾക്കുമിടയിൽ മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡ് നവീകരണം പൂർത്തിയായി. 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട നവീകരണം തീർന്നത് 3.5 വർഷം എടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. അലനല്ലൂർ പാലക്കാഴിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാലക്കാഴി സ്വദേശി കുണ്ടുപറമ്പിൽ ഹുസൈനാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. അലനല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഹുസൈൻ സഞ്ചരിച്ച സ്കൂട്ടറിൽ എതിരെ വന്ന കാറിടിച്ചാണ് അപകടം ഉണ്ടായത്. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെ പാലക്കാഴി വളവിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. അലനല്ലൂർ ഭാഗത്തു നിന്നും മലപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും പാലക്കാഴിയിൽ നിന്നും അലനല്ലൂരിലേക്ക് വരികയായിരുന്ന സ്കൂട്ടറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. സ്കൂട്ടറിനെ ഇടിച്ച കാർ പാതയോരത്തെ വൈദ്യുതി തൂണും ഇടിച്ചു തകർത്തു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. ഗുരുതരമായി പരിക്കേറ്റ ഹുസൈനെ ഉടൻ നാട്ടുകാർ ചേർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അലനല്ലൂരിലെ KPH ഫർണിച്ചർ ഉടമയാണ് ഹുസൈൻ. +1 വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരിച്ചു. കുലുക്കലൂർ ചുണ്ടമ്പറ്റ കരിയാട്ടിൽക്കളം വീട്ടിൽ ബിനുദാസാണ് ഷൊർണൂർ നിലമ്പൂർ പാതയിൽ വാടാനാംകുറിശ്ശിക്ക് സമീപം ട്രെയിൻ തട്ടി മരിച്ചത്. കുലുക്കലൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ പി രജനിയുടെയും വാസുവിൻ്റെയും ഇടയ മകനാണ്. വെള്ളിയാഴ്ച രാത്രിയാണ് ബിനുദാസിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടത്. വാടാനാംകുറിശ്ശിയിൽ അമ്മ വീട്ടിലായിരുന്നു ബിനുദാസ് കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായിരുന്നത്. വെള്ളിയാഴ്ച രാത്രിയോടെ ബിനുദാസിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെർപ്പശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 കൊമേഴ്സ് വിദ്യാർത്ഥിയാണ്. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചുണ്ടമ്പറ്റയിലെ വീട്ടിലെത്തിച്ച മൃതദേഹം കുടുംബ ശ്മശാനത്തിൽ സംസ്കരിച്ചു. ഭവദാസ്, ഭവിൻദാസ് എന്നിവർ സഹോദരങ്ങളാണ്. പുതുവത്സരത്തിൽ അനധികൃത മദ്യവിൽപ്പനയ്ക്കും ലഹരി ഉപയോഗം തടയുന്നതിനും പെരിന്തൽമണ്ണയിൽ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് കൈക്കൊള്ളുന്ന നടപടികൾ നഗരസഭാ കൗൺസിലർമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. ന്യൂ ഇയറിനോടനുബന്ധിച്ച് അനധികൃത മദ്യവിൽപ്പനയും ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും തടയുന്നതിന് എക്സൈസ് വകുപ്പ് നടപടികൾ ശക്തമാക്കി. വാഹനങ്ങൾ കർശനമായി പരിശോധിക്കും. ലോഡ്ജുകളിലും റിസോർട്ടുകളിലും ഹോട്ടലുകളിലും വിജനമായ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ പരിശോധന നടത്തും. എക്സൈസും പോലീസും സംയുക്തമായും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ഇത് സംബന്ധിച്ച് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപ് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. ുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സൈസ് വകുപ്പും അതുപോലെ പോലീസ് വകുപ്പ് അതുപോലെയുള്ള വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് സംയുക്തമായ കമ്പയിൻ റൈഡുകളും അതുപോലെ പരിശോധനകൾ നടത്തി വരുന്നു. വാഹന പരിശോധന നടത്തി വരുന്നുണ്ട്. അതുപോലെ കേൺ ആൻഡ് ഡോസ് കോഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം പരിശോധന നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഇനിയും തുടർന്ന് നമ്മൾ പരിശോധന നടത്തി വരുന്നത് ന്യൂ ഇയറായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കർശനമായ പരിശോധന നടത്തും. ലഹരി ഉപയോഗിക്കുന്നവരെയും അതുപോലെ ഉള്ള ആൾക്കാരെ നിയമപരമായി കസ്റ്റഡി എടുക്കുകയും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. വാഹനങ്ങൾ പരിശോധനയും അല്ലാതെ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. വാഹന പരിശോധന നടത്തുന്നതൊക്കെ കിട്ടുന്ന നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന രഹസ്യവിവരങ്ങൾ കിട്ടുന്നതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. മദ്യത്തിനെതിരെ അതുപോലെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഉണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ കൺട്രോൾ റൂം 24 മണിക്കൂർ എടുക്കുന്ന കൺട്രോൾ റൂം ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ജില്ലയിൽ ചെയ്തു വരുന്നുണ്ട്. അംഗീകൃത സ്ഥാപനങ്ങളെ ബാറുകൾ, FL1 ഷോപ്പുകൾ, കള്ള് ഷോപ്പുകൾ എന്നിവ നിരന്തരം പരിശോധിക്കുന്നുണ്ട്. അതുപോലെ അവിടുന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമപരമായ നടപടി എടുക്കുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നുണ്ട്. എല്ലാവരും പൊതുജനങ്ങളോട് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, അംഗീകൃത സ്ഥാപനങ്ങൾ മാത്രമേ മദ്യം അതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. കാരണം മദ്യമായിട്ട് വിൽപ്പന നടത്തുന്ന ഒരുപാട് പ്രാദേശികമായി വിൽപ്പന നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവരെയൊക്കെ നമുക്കെതിരെ നിരവധി നടപടി എടുക്കുന്നത്. പക്ഷേ നമ്മൾ അറിയാതെയും ചിലരും രഹസ്യമായും ഒളിഞ്ഞും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഒരിക്കലും മദ്യമോ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കുടിക്കാതിരിക്കുക. അവരതിൽ എന്ത് വ്യാജവസ്തുക്കൾ കളത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചു കുടിക്കുന്നത് നിയമപരമായ മദ്യം വിൽക്കുന്ന ഷോപ്പുകളിൽ നിന്ന് മാത്രമാണെന്ന് നിങ്ങൾ ഉറപ്പാക്കുക. അതാണ് നമുക്ക് ഏറ്റവും നിയമപരമായിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും പറയാനുള്ള ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം.
ഒറ്റപ്പാലം ചുനങ്ങാട് വാണിവിലാസിനിയിൽ തോടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ വാഷ് കണ്ടെടുത്തു. 600 ലിറ്റർ വാഷാണ് എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. പുതുവർഷാരംഭത്തോടനുബന്ധിച്ച് എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിലാണ് വാഷ് കണ്ടെത്തിയത്. വാണിവിലാസിനിയിൽ തോടിന് സമീപത്തു നിന്നാണ് കുഴിച്ചിട്ട നിലയിൽ 600 ലിറ്റർ വാഷ് കണ്ടെടുത്ത് നശിപ്പിച്ചത്. 200 ലിറ്റർ വീതമുള്ള 3 പ്ലാസ്റ്റിക് ബാരലുകളിലായാണ് വാഷ് സൂക്ഷിച്ചിരുന്നത്. റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പാലക്കാട് ജില്ലാ കേരളോത്സവം സ്റ്റേജിന മത്സരങ്ങൾ മണ്ണാർക്കാട് കുമരമ്പത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടരുന്നു. 4 വേദികളിലായി നടക്കുന്ന മത്സരങ്ങൾ ഞായറാഴ്ചയും തുടരും. തിരുവാതിരക്കളി, സംഘനൃത്തം, മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഞായറാഴ്ചയാണ്. కట్టు కట్టు కట్టినమ్మ కొట్టు పర్రగా తిన్నక కిట్టందుటన్నుటండిదు జనమిల క్షణమే కట్టు కట్టు కట్టినమ్మ కొట్టు పర్రగా తిన్నక కిట్టందుటన్నుటండిదు జనమిల క్షణమేనప్పని చోటి పాక్యం മനവിയലുരപ്പിത്ത കേൾപ്പിന കാജ മമതമിലുരപ്പിത്ത കിടന്തുതനാജ രസായനക്ക് സാസം ചെറുതി കാല. വേദി 1 നാടോടി നൃത്തത്തോടെയാണ് ശനിയാഴ്ച മത്സരങ്ങൾ തുടങ്ങിയത്. തുടർന്ന് ഒപ്പനയും അരങ്ങേറി. 2ാം വേദിയായ ഭവാനിയിൽ മാപ്പിളപ്പാട്ടായിരുന്നു ആദ്യം. തുടർന്ന് വട്ടപ്പാട്ട്, കോൽക്കളി, ദഫ്മുട്ട് എന്നിവ നടത്തി. ഞായറാഴ്ച 1ാം വേദിയായ നിളയിൽ ആദ്യം തിരുവാതിരക്കളിയാണ്. തുടർന്ന് സംഘനൃത്തം, കേരള നടനം, മാർഗംകളി, ഭരതനാട്യം, മോഹിനിയാട്ടം, ഒഡീസി, കഥക്, കുച്ചിപ്പുടി, മണിപ്പൂരി നൃത്തങ്ങൾ നടക്കും. ഏകാംഗ നാടകം, മൈം, കഥകളി, ഓട്ടൻതുള്ളൽ എന്നിവയാണ് വേദി 2-ൽ. മോണാക്ട്, മിമിക്രി, കഥാപ്രസംഗം, കവിതാലാപനം എന്നിവ 3ാം വേദിയായ വെള്ളിയാറിൽ നടക്കും. വാദ്യയിനങ്ങൾ 4ാം വേദിയിലാണ്. ഫുട്ബോൾ മത്സരങ്ങൾ അലനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞായറാഴ്ചയും തുടരും. മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡ് നവീകരണം പൂർത്തിയായി. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് റോഡ് നവീകരണം പൂർത്തിയായത്. വർഷങ്ങൾ നീണ്ടുനിന്ന യാത്രാ ദുരിതത്തിനാണ് ഇതോടെ പരിഹാരമായത്. മണ്ണാർക്കാട് മുതൽ കോങ്ങാട് വരെ 17 കിലോമീറ്ററാണ് ഉള്ളത്. 60 കലുങ്കുകൾ നിർമ്മിച്ചു. 1.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും 3.5 വർഷമെടുത്തു പൂർത്തീകരിക്കാൻ. ഫണ്ടിന്റെ ലഭ്യത ഉൾപ്പെടെയുള്ള തടസ്സങ്ങളാണ് കാരണമായത്. മാസങ്ങളുടെ ഇടവേളയിലാണ് ടാറിംഗ് നടന്നത്. കോട്ടശ്ശേരി മുതൽ പള്ളിക്കുറുപ്പ് വരെ 13 കിലോമീറ്ററാണ് ആദ്യം പൂർത്തിയാക്കിയത്. പള്ളിക്കുറുപ്പ് മുതൽ മണ്ണാർക്കാട് വരെ 2ാം ഘട്ടമായും പൂർത്തിയാക്കുകയായിരുന്നു. റോഡ് നവീകരണത്തിനായി 53 കോടി രൂപയാണ് കിഫ്ബി ആദ്യം അനുവദിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സമർപ്പിച്ച 61 കോടി രൂപയുടെ പുതുക്കിയ അടങ്കലിന് കിഫ്ബി അംഗീകാരം നൽകാത്തതിനാൽ 2ാം ഘട്ടം വൈകി. അംഗീകാരം ലഭ്യമായ മുറയ്ക്കാണ് കരാറുകാരൻ പള്ളിക്കുറുപ്പ് മുതൽ മണ്ണാർക്കാട് വരെ 4 കിലോമീറ്ററിൽ 2ാം ഘട്ട ടാറിംഗ് പൂർത്തിയാക്കിയത്. ചെറായ ഭാഗത്തെ കനാൽ പാലം പുതുക്കി പണിയാനുണ്ട്. ഇതിന്റെ ടെൻഡർ പൂർത്തിയായതായി കെ ശാന്തകുമാരി MLA പറഞ്ഞു. പാലം ആക്ച്വലി എന്ന് വെച്ചാൽ നമുക്ക് നിലവിലുള്ള പ്രോജക്റ്റിനകത്ത് അതിൽ പാലം ഉൾക്കൊണ്ടിരുന്നു. ആ ഉൾപ്പെട്ടിരുന്നത് ബോക്സ് കൾവെട്ട് സ്ഥാപിച്ചിട്ട് നോർമൽ ഒരു പാലം പോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ടിപ്പു സുൽത്താൻ റോഡ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ നാഷണൽ ഹൈവേ പോലെ തന്നെ ഏറ്റവും സൗകര്യമുള്ള ഒരു റോഡായി മാറി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സംവിധാനം ആ ടെക്നിക്കൽ സ്ട്രക്ചർ അതിനകത്ത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലുള്ള പ്രോജക്റ്റിൽ നിന്ന് ബ്രിഡ്ജിന് വേണ്ടി മാത്രം ഒരു പ്രോജക്റ്റായി സബ് പ്രോജക്റ്റായിട്ട് റിവൈസ് ചെയ്യേണ്ടി വന്നു.
അപ്പോൾ ഈ റോഡ് പണി നടക്കുന്നതോടൊപ്പം തന്നെ അത് ആ പ്രോജക്റ്റിനകത്ത് ഫണ്ട് സെപ്പറേറ്റായി മാറ്റിവെച്ച് അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് സെപ്പറേറ്റാണ്, കാരണം ഇവർക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. സാധാരണ ഒരു പ്രോജക്റ്റ് ടെൻഡർ ചെയ്യുന്നത് പോലെ തന്നെ പുതിയതായിട്ട് ടെൻഡർ ചെയ്ത് അത് മാറ്റണം. അപ്പോൾ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അനധികൃത കോറി ഖനന പ്രവൃത്തികൾ തടയുന്നതിന്റെ ഭാഗമായി ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി വിവിധ കോറികളിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തി. അനുമതി ഇല്ലാതെ കരിങ്കല്ല് കടത്തിയ 3 ലോറികൾ പിടികൂടി. അനധികൃത കോറി ഖനന പ്രവൃത്തികൾ തടയുന്നതിന് സബ് കളക്ടർ ചെയർമാനായുള്ള ഒറ്റപ്പാലം ഡിവിഷണൽ വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക് പരിധിയിൽ പ്രവർത്തിക്കുന്ന കോറികളിൽ നടത്തിയ പരിശോധനകളിലാണ് നിയമലംഘനം നടക്കുന്നതായി കണ്ടെത്തിയത്. വിവിധ ഭാഗങ്ങളിൽ നിന്നായി അനുമതിയില്ലാതെ കരിങ്കല്ല് കടത്തിലേർപ്പെട്ട 3 ലോറികളും പിടികൂടി. സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ നേതൃത്വത്തിൽ റവന്യൂ, പോലീസ്, മൈനിങ് ആൻഡ് ജിയോളജി, LSTD, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സംയുക്തമായി ചെറുപ്പുളശ്ശേരി, വല്ലപ്പുഴ, കുലുക്കലൂർ എന്നിവിടങ്ങളിലെ കരിങ്കൽ കോറികളിലാണ് പരിശോധന നടത്തിയത്. ചെറുപ്പുളശ്ശേരിയിലെ അനധികൃത കോറിക്ക് മാസങ്ങൾക്ക് മുൻപ് 1,01,00,000 രൂപ പിഴ ഒടുക്കുന്നതിന് ഉത്തരവായതിനു ശേഷവും അവിടെ തുടർച്ചയായി ഖനനം നടക്കുന്നതായി കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു. ചെറുപ്പുളശ്ശേരിയിൽ തന്നെ നഗരസഭ പെർമിറ്റ് നൽകിയ സ്ഥലത്ത് അനുമതി നൽകിയതിലും വളരെ കൂടുതൽ മണ്ണ് കടത്തിക്കൊണ്ടുപോയതായും സർക്കാരിലേക്ക് ലഭിക്കേണ്ട റോയൽറ്റി തുക അടച്ചിട്ടില്ലെന്നും കണ്ടെത്തി. പ്രവർത്തനാനുമതിയുള്ള കോറികളിൽ നിന്നും ദൂരപരിധി ലംഘിച്ചും ഖനനം നടക്കുന്നുണ്ടെന്നാണ് കമ്മിറ്റിയുടെ പ്രാഥമിക നിരീക്ഷണം. പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ വിവിധ വകുപ്പുകൾ പ്രത്യേകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അത് ക്രോഡീകരിച്ച് തുടർ നടപടികൾക്കായി ജില്ലാ കളക്ടർ ചെയർമാനായ ജില്ലാതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് സമർപ്പിക്കുമെന്നും സബ് കളക്ടർ അറിയിച്ചു. പരിശോധനയിൽ LSTD അസിസ്റ്റന്റ് ഡയറക്ടർ PK ഹരിദാസ്, സൂപ്രണ്ട് KM വിജയൻ, അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ആരോൺ വിൽസൺ, തൃത്താല പോലീസ് SHO സുജിത് കുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ KC കൃഷ്ണകുമാർ, മലിനീകരണ നിയന്ത്രണ ബോർഡ് എഞ്ചിനീയർ വിനീത് എന്നിവരും പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. MT വാസുദേവൻ നായരെ അനുസ്മരിച്ച് ജന്മനാടായ കൂടല്ലൂർ. P മമ്മിക്കുട്ടി MLA ഉൾപ്പെടെയുള്ളവർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. കൂടല്ലൂർ ഗ്രാമത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ MTയെ ജന്മനാടായ കൂടല്ലൂരിൽ കഴിഞ്ഞ ദിവസമാണ് അനുസ്മരിച്ചത്. MTയുടെ വേർപാട് കൂടല്ലൂർ ഗ്രാമത്തെയും നൊമ്പരപ്പെടുത്തിയിരുന്നു. മൗനജാഥയോടെയായിരുന്നു കൂടല്ലൂരുകാർ അനുസ്മരണ ചടങ്ങിലേക്ക് എത്തിയത്. കൂടല്ലൂർ കൂട്ടക്കടവിലായിരുന്നു അനുസ്മരണം. MTയെ പരിചയപ്പെട്ടതു മുതലുള്ള സംഭവ വികാസങ്ങൾ വിവരിച്ചായിരുന്നു അനുസ്മരണ ചടങ്ങ് P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തത്. 1980 ശേഷമാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റി കഴിഞ്ഞത്. MT വാസുദേവൻ നായരെ സംബന്ധിച്ചുള്ള ഒരറിവും പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ധാരണയൊക്കെ ഉണ്ടായിരുന്നു. 1980 ശേഷമാണ് അദ്ദേഹത്തെ നേരിട്ട് കാണുവാൻ അദ്ദേഹത്തിന്റെ അനുജനായി നമ്മുടെ മകനാണ് MT രവീന്ദ്രൻ നമ്മുടെ ഞാൻ ബാങ്കിന്റെ പ്രസിഡന്റായി വന്നപ്പോൾ രവിയേട്ടനായിരുന്നു അന്ന് സെക്രട്ടറി. അപ്പൊ അന്ന് ഈ നിക്ഷേപ സമാഹരണവും ഒക്കെ ബന്ധപ്പെട്ട കാര്യം നടക്കുമ്പോൾ ഈ നിക്ഷേപത്തിന് ആളുകളെ കാണുമ്പോൾ അക്കൂട്ടത്തിൽ ഇദ്ദേഹത്തെയും കാണാറുണ്ട്. കാരണം ഇന്നത്തെ മാതിരിയൊന്നല്ല. അന്ന് ഒരു 10,000 രൂപ കിട്ടണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഉണ്ണിയേട്ടനെ നമുക്ക് കാണാൻ ബന്ധപ്പെടാമെന്ന് ഉണ്ണിയേട്ടനാണ് ഉണ്ണിയേട്ടൻ വിളിക്കും. അല്ല, അങ്ങനെ വാസുവേട്ടൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ ആ രൂപത്തിലൊക്കെ ബന്ധപ്പെട്ട കൂട്ടത്തിലാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാനും കാണാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിപ്പോയി. MTയുടെ രചനകളിലെല്ലാം കൂടല്ലൂരും ഈ നാട്ടുകാരും ഉണ്ടായിരുന്നുവെന്നും ഈ നാടിൻ്റെ എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹമെന്നും മുൻ MLA VT ബൽറാം അനുസ്മരിച്ചു. ഭരണാധികാരികളുടെ മുന്നിൽ ഒരിക്കലും തലകുനിക്കാത്ത സാഹിത്യകാരൻ കൂടിയായിരുന്നു MT എന്നും VT ബൽറാം അനുസ്മരിച്ചു. എല്ലാ നിലയ്ക്കും ഈ നാടിന്റെ കഥാകാരനായിരുന്നു അദ്ദേഹം. എഴുതിയതൊക്കെ അല്ലെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷവും അല്ലെങ്കിൽ അവിടെയൊക്കെ ഈ നാടുണ്ടായിരുന്നു. ഇവിടുത്തെ മണ്ണുണ്ടായിരുന്നു, ഇവിടുത്തെ പുഴയുണ്ടായിരുന്നു, ഇവിടുത്തെ കുന്നുകളുണ്ടായിരുന്നു, ഇവിടുത്തെ പ്രകൃതി ഉണ്ടായിരുന്നു, ഇവിടുത്തെ സാധാരണ മനുഷ്യരുണ്ടായിരുന്നു, അവരുടെയൊക്കെ ജീവിതങ്ങളുണ്ടായിരുന്നു. MTയുടെ കഥാപാത്രങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടവരാവുന്നത് അവരുടെ നായക സങ്കല്പത്തിന്റെ പൂർണ്ണതയുടെ അടിസ്ഥാനത്തിലല്ല,
അല്ലെങ്കിൽ അവരൊക്കെ അതിമാനുഷരായ കഥാപാത്രങ്ങളായതുകൊണ്ടല്ല. ആ കഥാപാത്രങ്ങളിൽ പലതും നമ്മളൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്, നമ്മളെ പോലുള്ളവരായിരുന്നു എന്നുള്ളതാണ്. നമ്മളുടെയൊക്കെ എല്ലാ ദൗർബല്യങ്ങളും ബലഹീനതകളും അസൂയകളും പൊങ്ങച്ചങ്ങളും നമ്മുടെയൊക്കെ മഹത്വാകാംക്ഷകളും നമ്മുടെയൊക്കെ വേദനകളും നമ്മുടെയൊക്കെ നിരാശകളും പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നിസ്സഹായതകളും ഒക്കെ കഥാപാത്ര രൂപത്തിൽ മുന്നിൽ വരുന്നത് കൊണ്ടാണ് ആ കഥാപാത്രങ്ങളെ നമുക്ക് നെഞ്ചേറ്റാൻ സാധിക്കുന്നത്. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ്, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന, ഹമീദ്, T സ്വാലിഹ്, ES ഗോവിന്ദൻ, സജിത ഉൾപ്പെടെയുള്ളവരും MTയുടെ ഓർമ്മകൾ പങ്കുവച്ചു. ഏത് പ്രദേശത്ത് ചെന്ന് നമ്മൾ ഏത് രാജ്യക്കാരനാണെന്ന് മറ്റൊരു രാജ്യത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ആനക്കര പഞ്ചായത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ തിരിച്ചു ചോദിച്ചിരുന്നത് MTയുടെ നാട്ടിലാണോ നിങ്ങളുടെ വീട്, അവിടെ അടുത്താണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. ആ രീതിയിൽ ലോകോത്തര സാഹിത്യകാരനായി, ലോകമറിയപ്പെടുന്ന സാഹിത്യകാരനായി എല്ലാ രംഗത്തും മാറിയ മഹാവ്യക്തിത്വമായിരുന്നു MT. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണറായിരുന്നപ്പോൾ അദ്ദേഹം ഒപ്പുവെച്ച കറൻസി നോട്ടുകളുടെ ശേഖരവുമായി യുവാവ്. പെരിന്തൽമണ്ണ എരവിമംഗലം സ്വദേശി ആലിക്കൽ ഷമീർ ബാബുവാണ് ഈ നോട്ടുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. 200-ൽ പരം രാഷ്ട്രങ്ങളുടെ കറൻസികളും നാണയങ്ങളും പുരാവസ്തുക്കളുടെ അപൂർവ ശേഖരവും ഷമീർ ബാബുവിൻ്റെ പക്കലുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ കറൻസി നോട്ടുകൾ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഷമീർ ബാബു. 1976 മുതൽ മൻമോഹൻ സിംഗ് ധനകാര്യ സെക്രട്ടറിയായും 82 മുതൽ 85 വരെ റിസർവ് ബാങ്ക് ഗവർണറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1 രൂപ ഒഴികെയുള്ള ഇന്ത്യൻ കറൻസിയിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. 1 രൂപ കറൻസിയിൽ ധനകാര്യ സെക്രട്ടറിയാണ് ഒപ്പുവെക്കുന്നത്. ഈ 2 പദവികളിലും ഇരുന്നതിനാൽ മൻമോഹൻ സിംഗ് അക്കാലത്ത് എല്ലാ നോട്ടുകളിലും ഒപ്പുവെച്ചിട്ടുണ്ട്. പഴയതും അപൂർവവുമായ ഈ കറൻസികളാണ് ഷമീർ ബാബു സൂക്ഷിച്ചിരിക്കുന്നത്. മൻമോഹൻ സിംഗ് സൈൻ ചെയ്ത കറൻസികൾ ഒരുപാട് വർഷമായിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കണതാണ്. അപ്പോൾ പല എക്സിബിഷനും ഇതിനൊക്കെ പോയിട്ടാണ് ഞാൻ സംഘടിപ്പിച്ചത്. അത് വളരെ അപൂർവ ഒരു കളക്ഷനാണ് എൻ്റെ കയ്യിലുള്ളത്. അദ്ദേഹം ഗവർണറായിരിക്കുന്ന സമയത്തൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഒപ്പുവെച്ച സൈൻ ചെയ്ത കറൻസികളാണ് ഇതെല്ലാം. അത് ഒരുപാട് വർഷമായി ഇപ്പോൾ ഞാൻ സൂക്ഷിച്ചു വെക്കണോ. ഇപ്പം അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ മനസ്സിലേക്ക് തന്നെ അത് ഇങ്ങനെ കാണുമ്പോൾ അതിങ്ങനെ മനസ്സിൽ തട്ടുകയാണത്. അതിനെക്കുറിച്ച് 200-ൽ പരം രാഷ്ട്രങ്ങളുടെ കറൻസികൾ, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ തുടങ്ങിയവയുടെയും വലിയൊരു ശേഖരം ഷമീർ ബാബു സൂക്ഷിച്ചിട്ടുണ്ട്. ഒറ്റമരത്തിൽ തീർത്ത വലിയ പത്തായം, ഒറ്റമരത്തിൽ തന്നെ തീർത്ത വലിയ പറ, പഴയകാലത്തെ പാത്രങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാം അപൂർവ ശേഖരമാണ്. ഇതെല്ലാം ഷമീർ ബാബു താമസിക്കുന്ന എരവിമംഗലത്തെ ചെറിയ വാടക വീട്ടിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പുരാവസ്തുക്കൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് കയ്യിൽ. കാർഷികവുമായി ബന്ധപ്പെട്ടതും അല്ലാത്തത്, അടുക്കളയിലോ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങൾ, അടുക്കള ഉപകരണങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇതന്നെ ഇപ്പോൾ ഏകദേശം ഒരു 19 വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുണ്ടാവും. പണ്ട് ആൾക്കാർ ബോഡി ബിൽഡിങ്ങിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പുഷപ്പ് ചെയ്യാൻ ഇതിനൊക്കെ മറ്റും ഉപയോഗിച്ചിരുന്ന മരം കൊണ്ടുണ്ടാക്കിയ ഒരു ഉപകരണമാണിത്. ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോൾ ഇരുമ്പിൻ്റെയും പല മോഡൽ വസ്തുക്കളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് പണ്ട് കാലത്ത് മരം കൊണ്ടില്ലതാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഏകദേശം ഒരു 500-ൽ പരം വസ്തുക്കൾ, പുരാവസ്തുക്കൾ ഉണ്ടാവും. പിന്നെ പല രാജ്യങ്ങളെ നാണയങ്ങളുണ്ട്, കറൻസികളുണ്ട്, സ്റ്റാമ്പുകളുണ്ട്. നാണയങ്ങളും കറൻസികളും ശേഖരിക്കുന്നവരുടെ കൂട്ടായ്മകളായ മലപ്പുറം ന്യൂമാനിറ്റി സൊസൈറ്റിയിലും മലയാളി കളക്ടേഴ്സ് ഗ്രൂപ്പിലും സജീവാംഗമാണ് ഷമീർ ബാബു. കൂലിവേല ചെയ്താണ് ഭാര്യയും 4 മക്കളും അടങ്ങുന്ന ഷമീർ ബാബുവിന്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. നിധി പോലെ കാത്തുപോയിരുന്ന ഈ അപൂർവ വസ്തുക്കൾ ആളുകൾക്ക് കാണുന്നതിന് വിവിധ ഇടങ്ങളിൽ ഷമീർ ബാബു പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.
ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പാറൽ ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. ദേശീയ ആരോഗ്യ ഗ്രാന്റായി അനുവദിച്ച 55 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതിയുടെ സ്വപ്ന പദ്ധതികളിലെ പ്രധാന പദ്ധതിക്ക് ഡിസംബർ 28-ന് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് കാര്യാലയത്തോട് ചേർന്ന സ്ഥലത്ത് ഹെൽത്ത് സബ് സെന്റർ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ദേശീയ ആരോഗ്യ ഗ്രാന്റായി അനുവദിച്ച 55 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. 8 വർഷക്കാലത്തോളമായി നമ്മുടെ ഈ ഒരു പാറൽ സബ് സെന്റർ ഒരു കെട്ടിടമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. ഒരുപാട് കാലം ഇവിടെ പൊതുജനങ്ങൾക്ക് സേവനം അനുഷ്ഠിച്ച് നിന്നിരുന്ന ഒരു ഹെൽത്ത് സെൻ്ററിൻ്റെ സബ് സെൻ്റർ ആയിരുന്നു. അത് കെട്ടിടം ജീർണിച്ചതിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു മാറ്റിയതായിരുന്നു. നമുക്ക് ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. മറ്റു പല സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും ഒരു കെട്ടിടം എന്നുള്ളത് നമുക്കായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നിലവിൽ ദേശീയ ആരോഗ്യ ഗ്രാൻറ്റ് 55 ലക്ഷം രൂപ നമുക്ക് ഇതിനു വേണ്ടി ലഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഇന്ന് നമ്മൾ ഇതിൻ്റെ പ്രവൃത്തി തുടക്കം കുറിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ PSCയുടെ നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ മെയിൻ സെൻറ്ററിൻ്റെ അതേ തുല്യ രീതിയിൽ തന്നെ ഒരു സേവനം ഈ ഒരു പ്രദേശത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു സബ് സെൻ്റർ ആയിരുന്നു എന്നുള്ളതാണ്. ഇതിനൊരു സബ് സെൻ്റർ എന്നതിനപ്പുറത്തേക്ക് ഇതൊരു പഞ്ചായത്തിൻ്റെ ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെ അതേ ഒരു സ്റ്റാറ്റസോട് കൂടി തന്നെ നിലനിന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ആളുകൾ ഇവിടെ പ്രത്യേകിച്ചും ഇവിടെ മെയിൻ റോഡിലായതുകൊണ്ട് തന്നെ ആ രീതിയിൽ കൺവെൻസ് ഉള്ള ഒരു ഏരിയ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ തന്നെ ആളുകൾ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു സെൻ്റർ എന്ന രീതിയിൽ ഇത് നന്നായിട്ട് മുന്നോട്ട് പോവുക, ഇതിനൊരു നല്ല കെട്ടിടം ഉണ്ടാവുക എന്നുള്ളത് ഈ പ്രദേശത്തേക്ക് മുഴുവൻ, ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും ഒരു ആവശ്യമായിരുന്നു. ആ ഒരു ആവശ്യവും ആഗ്രഹവുമാണ് ഇപ്പോൾ സഫലീകരിക്കാൻ പോകുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാരായ CH ഹമീദ്, ഹംസകുട്ടി, ജുബില ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ C ബാലസുബ്രഹ്മണ്യൻ, രാജേഷ് PP, സരോജ ദേവി, മുബാറക് അലി PT, വസന്ത P, സജിത TP, സജിത KT, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിലീപ്, ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു, പെരിന്തൽമണ്ണ ബ്ലോക്ക് NRHM PRO ചാന്ദിനി എന്നിവരും ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 4 പതിറ്റാണ്ടിലേറെയായി ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ആനമങ്ങാട് മേഖലയിൽ ആരോഗ്യരംഗത്തെ പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമായിരുന്നു പാറൽ ഹെൽത്ത് സെന്റർ. പഞ്ചായത്ത് ഹെൽത്ത് സെന്ററിന് തുല്യമായ സേവനവുമായി പ്രവർത്തിച്ചു വന്നിരുന്ന ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടം ശോചനീയാവസ്ഥ മൂലം പൊളിച്ചു മാറ്റിയതായിരുന്നു. ഫണ്ടുകൾ ലഭ്യമല്ലാത്തതിനാൽ കഴിഞ്ഞ 8 വർഷമായി ആരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നില്ല. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രമഫലമായി ദേശീയ ആരോഗ്യ ഗ്രാന്റായി 55 ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു. പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി 2 നിലകളിലായാണ് സബ് സെന്റർ ഉയരുന്നത്. എറശ്ശേരി പള്ളിയാലിൽ ഹംസ ഹാജി പഞ്ചായത്ത് കാര്യാലയത്തിന് സൗജന്യമായി വിട്ടു നൽകിയ 80 സെന്റ് ഭൂമിയിൽ നേരത്തെ ഹെൽത്ത് സെന്റർ പ്രവർത്തിച്ചിരുന്ന 5 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കേന്ദ്രം പ്രവർത്തന സജ്ജമാകുന്നതോടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ചികിത്സയ്ക്കും പൊതുജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ പറഞ്ഞു. ഏകദേശം ഒരു 3-4 മാസത്തിനുള്ളിൽ ഇതിൻ്റെ മുഴുവൻ പണിയും പൂർത്തീകരിച്ച് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള FHCക്ക് തുല്യമായ രീതിയിലുള്ള മുഴുവൻ സേവനങ്ങളും ഇവിടെ ഇതിന് നടത്തണം എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഒരു ഹെൽത്ത് സെൻ്ററിൻ്റെ കെട്ടിടമടക്കം പഞ്ചായത്തിൻ്റെ മുഴുവൻ കെട്ടിടങ്ങൾക്കുമുള്ള 80 സെൻറ്റ് സ്ഥലം നമുക്ക് ഒരു ഉപാധികളുമില്ലാതെ ആകെ ഒരൊറ്റ ഉപാധി മാത്രം വെച്ച്, അതായത് ഇവിടെ ഒരു ഹെൽത്ത് സെൻ്റർ വേണമെന്ന ഒരൊറ്റ ഉപാധി വെച്ച് മാത്രം നമുക്ക് സൗജന്യമായിട്ട് തന്ന മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട EP ഹംസ ഹാജി, അദ്ദേഹത്തിൻ്റെ നാമം ഈ ഒരു കെട്ടിടത്തിന് നൽകണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അത് മെഡിക്കൽ വിഭാഗത്തിൽ മറ്റു സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാമം ഇതിന് നൽകണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് സെൻ്ററായി ഇത് മാറും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു തുടക്കം ഞങ്ങൾ ഇന്നിവിടെ കുറിക്കുകയാണ്. തച്ചനാടുകര ചേത്തല്ലൂരിൽ വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായിരുന്ന വിവിധ ഭാഗങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പ് സുരക്ഷാ വേലികൾ സ്ഥാപിച്ചു. റോഡിന്റെ വശങ്ങളിൽ വലിയ താഴ്ചയുള്ള ഭാഗങ്ങളിലാണ് വേലി സ്ഥാപിച്ചത്. ചേത്തല്ലൂർ പാലോട് റോഡിലെ കൂരിമുക്ക് വളവിലും
ചെറുമ്പാടം തോട്ടുവരമ്പിലുമാണ് വേലികൾ സ്ഥാപിച്ചത്. കൂരിമുക്ക് വളവിന്റെ ഒരു വശം വലിയ കുഴിയായതിനാൽ വാഹനങ്ങൾക്ക് വലിയ ഭീഷണിയായിരുന്നു. ചെറുമ്പാടം തോടിന്റെ മറുവശത്തെ വയലിനോട് ചേർന്നുള്ള താഴ്ചയുള്ള ഭാഗവും അപകടക്കണിയായിരുന്നു. ഈ ഭാഗങ്ങളിലാണ് പൊതുമരാമത്ത് വേലി സ്ഥാപിച്ചത്. പാലോട് നാട്ടുകൽ ഭാഗങ്ങളിൽ നിന്നും ചെത്തല്ലൂരിലേക്ക് ഏറ്റവും എളുപ്പമാർഗമായതിനാൽ ഈ വഴി നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. റബ്ബർ മരം വെട്ടിമാറ്റി 2 ഏക്കർ ഭൂമി ഭക്ഷ്യവനമാക്കി മുൻ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാമൻകുട്ടിക്കുപ്തൻ. തെങ്ങ്, മാവ്, മുതിര ഉൾപ്പെടെ 18 ഇനം വിളകൾ ഭക്ഷ്യവനത്തിലുണ്ട്. സുബൈദാർ മേജർ ഓർഡിനറി ക്യാപ്റ്റൻ കൂടിയായിരുന്ന അദ്ദേഹം ചെത്തല്ലൂർ സ്വദേശിയാണ്. ചെത്തല്ലൂർ ഗാന്ധി റോഡിൽ ഈ കാണുന്ന 2 ഏക്കർ ഭൂമിയിലുണ്ടായിരുന്ന റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റിയാണ് ആ സ്ഥാനത്ത് ഭക്ഷ്യവിളകൾ വെച്ചുപിടിപ്പിച്ചത്. തൊഴിലാളികളെ കിട്ടാനില്ലാത്തതും സ്ഥലത്ത് ഭക്ഷ്യവിളകൾ വെക്കണമെന്ന ആഗ്രഹത്തോടെയുമാണ് 6 മാസം മുന്നേ മരങ്ങൾ നീക്കം ചെയ്തത്. പരിപാലിക്കാൻ കഴിയുന്നതും നന്നായി വിളകൾ ലഭിക്കുന്നതുമായ 1ലധികം ഭക്ഷ്യവിളകൾക്ക് അനുയോജ്യമായ രീതിയിൽ നിലമൊരുക്കി അദ്ദേഹം വിജയകരമായി ഉൽപ്പാദിപ്പിക്കുന്നു. മുതലമടയിൽ നിന്ന് തൈകളും വിത്തുകളും ലഭിച്ചു. തെങ്ങ്, മാവ്, പപ്പായ, കുറ്റിപ്പയർ, വിവിധ ഇനം വെണ്ടകൾ തുടങ്ങി 18 ഇനം വിളകളെ ഇടകലർത്തിയാണ് വളർത്തുന്നത്. ജലസേചനത്തിനായി കുഴൽക്കിണറാണ്. തീറ്റപ്പുല്ലും സമൃദ്ധം. ഇവയ്ക്ക് അടിക്കാടായി സ്ഥലം മുഴുവൻ മുതിരയുമുണ്ട്. കുറ്റിപ്പയർ, വെണ്ട, വഴുതന എന്നിവ 1ലധികം തവണ രാമൻകുട്ടിക്കുപ്തൻ വിളവെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു ഇടവേള എന്നുള്ള നിലയ്ക്ക് ഞാനിതിൽ മുതിര വതച്ചു. മുഴുവൻ ട്രാക്ടർ കൊണ്ടുവന്ന് പൂട്ടി ഉഴവാക്കി ഇതിൽ മുഴുവൻ ഞാൻ മുതിര വതച്ചു. അതോടൊപ്പം തന്നെ പച്ചക്കറി നോക്കാൻ ഗുണം ചെയ്യും എന്നുള്ള ഉദ്ദേശത്തിൽ ഞാനിതിൽ മത്തൻ, കുമ്പളം, ചേരങ്ങ, അതേമാതിരി പയർ, വെണ്ട, ചുവന്ന വെണ്ട, ഇത്തരത്തിലുള്ള എല്ലാ പച്ചക്കറികളും ഞാനിതിൻ്റെ ഇടയിൽ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വിളവെടുപ്പ് എനിക്ക് കഴിഞ്ഞു. ഇപ്പോൾ 2ാമത്തെ വിളവെടുപ്പാണ്. മുതിര പൂവായി, വെണ്ടങ്ങ പൂവരല പൂവിട്ട് തുടങ്ങി, മറ്റതെല്ലാം പൂക്കോരലായി. ഇപ്പോൾ 2ാമത്തെ വിളവെടുപ്പിലേക്ക് അതെല്ലാം തയ്യാറായിട്ടുണ്ട്. ജൈവവളം മാത്രം ഉപയോഗിക്കുന്നതിനാൽ വിളവുകൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. എങ്കിലും വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷമേ വിൽക്കാറുള്ളൂ. പരിപാലനവും വിളവെടുപ്പും ഓരോ ദിവസവും ആനന്ദമാണെന്ന് വി രാമൻകുട്ടിക്കുപ്തൻ പറയുന്നു. ഭക്ഷ്യവനം വിജയകരമായി ചെയ്യാൻ കഴിയുന്ന കൃഷിയാണെന്നും വി രാമൻകുട്ടിക്കുപ്തൻ പറഞ്ഞു. ഇങ്ങനെയുള്ള കൃഷി ഞാൻ ചെയ്തത് നമ്മുടെ നാട്ടിലെല്ലാവർക്കും കണ്ടിട്ടും അനുഭവം കൊണ്ടും ഉപകാരമാവട്ടെ. ഇതുകൊണ്ട് കിട്ടുന്ന ഗുണം അവർക്ക് അറിയാൻ സാധിച്ചാൽ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതേമാതിരി പാഴായി കിടക്കുന്ന സ്ഥലത്ത് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ തവണത്തെ ഉപാധ്യക്ഷനായിരുന്നു വി രാമൻകുട്ടിക്കുപ്തൻ. സുബൈദാർ മേജർ ഓർഡിനറി ക്യാപ്റ്റനായിരുന്ന ഇദ്ദേഹം 1993 റിട്ടയർഡായത്. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ വിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി വ്യാപാര ഫൗണ്ടേഷനിൽ വെച്ചാണ് വനിതാ വിംഗ് കൺവെൻഷൻ നടന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സംഘടന കൊണ്ട് നമ്മുടെ ഈ ഐക്യം കൊണ്ട് എന്ത് നേട്ടമാണ് വ്യാപാരികൾക്ക് നൽകാൻ നമുക്ക് കഴിയുക എന്ന ഒരു വലിയ ആലോചനയിൽ നിന്നാണ് ഇത് പുതിയ പദ്ധതികൾക്ക് അതിൻ്റെ പിറകിലുണ്ടാകുന്നത്. ഗിരീഷ് സൂചിപ്പിച്ചു, നമ്മുടെ യൂണിറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് ഒരു 500 രൂപ മുടക്കിയ ഒരു വർഷക്കാലം നാം പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടാകുന്ന അപകടങ്ങൾ, അത്തരം അപകടങ്ങൾക്ക് ഒരു സാമ്പത്തിക സഹായം, സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് നാം ആലോചിക്കുന്നത്. 500 രൂപ എന്ന് പറഞ്ഞാൽ ഒരു 2 രൂപ മാറ്റിവെച്ചാൽ പോലും അത് 500 മുകളിൽ. ഒരു ദിവസം
1 രൂപ 1.5 രൂപ മാറ്റി വെച്ചാൽ നമുക്ക് ഈ ഒരു നേട്ടം സ്വന്തമാക്കാം. പുതുവർഷ കലണ്ടർ കേക്ക് വിതരണവും ചടങ്ങിൽ നടന്നു. വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റായി ഷീല പ്രസാദിനെയും ജനറൽ സെക്രട്ടറിയായി ശാന്തിനിയെയും ട്രഷററായി UP റംലയെയും തെരഞ്ഞെടുത്തു. കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ്, R സന്തോഷ്, KA അബുലൈസ് എന്നിവർ സംസാരിച്ചു. കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ വൈകിട്ട് ദശസഹസ്ര ദീപസമർപ്പണവും ഉണ്ടായി. രാവിലെ വിശേഷ പൂജകൾക്ക് ശേഷം താലപ്പൊലി കൊട്ടിയറിയിക്കൽ നടന്നു. 9 മണിക്ക് പകൽപ്പാന, തുടർന്ന് പാനസദ്യ, വൈകിട്ട് 5-ന് പാന, കാവുകയറൽ എന്നിവ ഉണ്ടായി. 5:30 വേലവരവ് ആരംഭിച്ചു. തുടർന്ന് ദീപാരാധന, സഹസ്രദീപം തെളിയിക്കൽ, നാദസ്വരം, തായമ്പക എന്നിവ അരങ്ങേറി. 8:30 കളമ്പാട്ട്, താരനിരത്തിലോടുകൂടി താലപ്പൊലി ഉത്സവത്തിന് സമാപനമായി. ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. ഡിസംബർ 22-നാണ് ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം തുടങ്ങിയത്. കിഴക്കേടൻ രാമൻ നമ്പൂതിരി, പാർത്തനാത്ത് ഇല്ലം വേണുമാസ്റ്റർ എന്നിവരാണ് യജ്ഞാചാര്യന്മാർ. പെരുമ്പള്ളി കേശവൻ നമ്പൂതിരിയാണ് പ്രഭാഷകൻ. വെള്ളിയാഴ്ച വൈകുന്നേരം ഗുരുവായൂർ ക്ഷേത്രം കൃഷ്ണനാട്ട സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കൃഷ്ണനാട്ടം കളിയും നടന്നു. ശനിയാഴ്ച രാവിലെ വേദസൂക്ത ജപം, കൂട്ടപ്രാർത്ഥന എന്നിവയുമുണ്ടായി. ശ്രീകൃഷ്ണന്റെ വിവാഹം, രാജസൂയം, കുചേലവൃത്തം, സന്താനഗോപാലം എന്നിവയിൽ പാരായണം, വൈകിട്ട് 6:30-ന് വിദ്യാഗോപാല മന്ത്രാർച്ചന എന്നിവയും നടന്നു. ഞായറാഴ്ച സപ്താഹയജ്ഞത്തിന് സമാപനമാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അലനല്ലൂർ പാലക്കാഴിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാലക്കാഴി സ്വദേശി ഹുസൈനാണ് മരിച്ചത്. വാടാനാംകുറിശ്ശിയിൽ +1 വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരിച്ചു. ചെർപ്പശ്ശേരി സ്കൂളിൽ പഠിക്കുന്ന ബിനുദാസാണ് മരിച്ചത്. പുലുക്കലൂർ പഞ്ചായത്ത് അംഗം P രജനിയുടെ മകനാണ്. പുതുവർഷാഘോഷം, അനധികൃത മദ്യവിൽപ്പനയും ലഹരി ഉപയോഗവും തടയാൻ പരിശോധന ശക്തമാക്കി എക്സൈസ്. വാഹന പരിശോധനയും നൈറ്റ് പെട്രോളിംഗും കർശനമാക്കും. ഒറ്റപ്പാലം ചുരങ്ങാട് 600 ലിറ്റർ വാഷ എക്സൈസ് പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പാലക്കാട് ജില്ലാ കേരളോത്സവം മണ്ണാർക്കാട് തുടരുന്നു. കാണികൾക്ക് വിരുന്നായി കലാമത്സരങ്ങൾ, തിരുവാതിരക്കളിയും സംഘനൃത്തവും ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഞായറാഴ്ച. കാത്തിരിപ്പിനും വിവാദങ്ങൾക്കുമിടയിൽ മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡ് നവീകരണം പൂർത്തിയായി. 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട നവീകരണം തീർന്നത് 3.5 വർഷം എടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.